ഓം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 9. ഓം ശ്രീ സീതാരാമാഭ്യാം നമഃ. സദ്ഗുണസമ്പന്നരായ രാമായണ ഉപാസകരെ, സാനന്ദം, സുപ്രഭാതം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. തുളസി മാനസം ഒരു തീർത്ഥയാത്ര. അയോധ്യാകാന്ഡം ഇന്നത്തെ സത്സംഗത്തിൽ പൂർണ്ണമാകും. ഭഗവാന്മാർ നമ്മോടൊപ്പം അനുഗമിച്ചാലും ഒരു മാഹാത്മ്യ ശ്ലോകം ശ്രദ്ധിക്കുന്നു. വരം വരേണ്യം വരദം തു കാവ്യം സന്താരേത്യാശുച സർവലോകം സങ്കൽപ്പിതാർത്ഥപ്രദമാദികാവ്യം ശ്രുത്വാ ച രാമസ്യ പദം പ്രയാതി. ഓം ശാന്തി ശാന്തി ശാന്തി. ചിത്രകൂടത്തിൽ രാമഭരത കൂടിക്കാഴ്ച രാമായണത്തിലെ അനർഘ നിമിഷങ്ങളിലൊന്നാണ്. വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ കാവ്യവസ്ത്രധാരികളായിട്ടാണ് ഭരതശത്രുഘ്നന്മാരും അമ്മമാരും എത്തിയിരിക്കുന്നത്. രാമാദികളുടെ കാനനയാത്രയ്ക്ക് ശേഷം അയോധ്യയിലുണ്ടായ സങ്കീർണമായ സംഭവവിശേഷങ്ങൾ വസിഷ്ഠൻ രാമനെ കേൾപ്പിച്ചു. അവാച്യമായ ദുഃഖം അടക്കിപ്പിടിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ പുണ്യാകം കൊണ്ട് പിതൃകർത്തർപ്പണം നടത്തി. ഭരതൻ ഉത്തമനും നിർമ്മലഹൃദയനും ആണ്. ഇപ്പോൾ ലക്ഷ്മണനും മനസ്സിലായി, ഭരതനെ പോലൊരു നിസ്വാർത്ഥ സ്നേഹസമ്പന്നൻ ഒരു സഹോദരൻ ഈ ലോകത്തിലില്ല. രാമൻ പ്രഖ്യാപിച്ചു. മന്ദാകിനി സ്നാനം വളരെ പുണ്യമുള്ളതാണ്. രാമാശ്രമം ഗുഹൻ കാണിച്ചു കൊടുത്തു. ഭരതാദിയെ ആ സ്ഥലത്ത് എത്തുന്നു. സുഗന്ധവാഹിനിയായ മന്ദമാരുതൻ തുളസിച്ചെടികളാലും പുഷ്പലതാദികളാലും സമൃദ്ധമായ അങ്കണം. രാമ ഭരതന്മാരും ലക്ഷ്മണ ശത്രുഘ്നന്മാരും തമ്മിലുള്ള സ്നേഹാലിംഗനം മംഗളസ്വരൂപിണിയായ മൈഥിലി. രാമൻ്റെ വ്യക്തിപ്രഭാവം. കൈകേയിയെയാണ് രാമൻ ആദ്യം കൈകൂപ്പി നമസ്കരിച്ചത്. ധർമാത്മാവായ രാമൻ പറയുകയാണ്, എല്ലാം ഈശ്വരവിധി ആണ് അമ്മേ, വേദനിക്കരുത്. പശ്ചാത്താപവിവശയായ അമ്മയെ ആശ്വസിപ്പിച്ചു. രാമ രാമ
സീത അമ്മമാർ ആർദ്രമധുരമായി ജപിച്ചു. വസിഷ്ഠനും പുളകം പൂണ്ടു. പരേതൻ്റെ ആത്മാവിന് ശാന്തി പ്രാർത്ഥിച്ചു. വസിഷ്ഠൻ തന്നെ ഭരതാഗമനോദ്ദേശം പറയുന്നു. ഈ പർണശാലയിൽ വെച്ച് തന്നെ രാമപട്ടാഭിഷേകം നടക്കണം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടാണ് ഭരതൻ വന്നിരിക്കുന്നത്. അല്പനിമിഷത്തിന് ശേഷം രാമൻ ദൃഢസ്വരത്തിൽ പറയുന്നു, എനിക്ക് വനവാസവും ഭരതന് രാജ്യാധികാരവും. അച്ഛൻ്റെ സത്യം പാലിക്കേണ്ടത് പുത്രധർമ്മമാണ്. ധർമ്മിഷ്ഠനായ രാമൻ്റെ ദൃഢനിശ്ചയം ഭരതൻ വിനയത്തോടുകൂടി ശ്രവിച്ചു. അതിനെ നമിക്കുകയും ചെയ്തു, അംഗീകരിക്കുകയും ചെയ്തു. ഈ സമയം ജനക മഹാരാജാവും പത്നി സുനയനയും പരിവാര സമേതം അവിടെ എത്തിച്ചേർന്നു. ചിത്രകൂട യാത്ര അവർക്ക് അതീവ ഹൃദ്യമായി. ജ്ഞാനവൈരാഗ്യസിദ്ധികളോടുകൂടിയ ഋഷീശ്വരന്മാരും ധർമ്മിഷ്ഠന്മാരായ ക്ഷത്രിയകുമാരന്മാരും പ്രേമാർദ്ര സൗഹാർദ്ദത്തിൻ്റെ ആനന്ദ സരസിൽ പുണ്യസ്നാനം ചെയ്തു. ജനകൻ്റെ സ്നേഹശീതളമായ ആലിംഗനവും സുനയനാദേവിയുടെ മാതൃവാത്സല്യവും രാമ മനസ്സിന് അലൗകികമായ ആനന്ദവും ശാന്തിയും നൽകി. തപസ്വിനി വേഷത്തിൽ ജാനകിയെ കണ്ട ജനകരാജൻ അഭിമാനപുളകത്തോടെ രാജ്ഞിയോട് പറഞ്ഞു, നമ്മുടെ പുത്രിയുടെ സംശുദ്ധവും ത്യാഗോജ്വലവുമായ ജീവിതചര്യയും രാമാദികളുടെ പരസ്പര സ്നേഹവും വിശ്വാസവും ഭാരതീയ സാംസ്കാരിക ചൈതന്യത്തെ വിളംബരം ചെയ്യുന്നതാണ്. മഹർഷീശ്വരന്മാരുടെ സത്സംഗസുഖം ശാന്തി നൽകുന്നു. ഞങ്ങൾ ബന്ധുക്കൾ മാത്രമല്ല, മനോവാക്കർമ്മങ്ങൾ കൊണ്ടും എന്നും അയോധ്യയുടെ സേവകരും സഹായകരും സുഹൃത്തുക്കളും ധർമ്മരക്ഷയ്ക്കായി നിലകൊള്ളുന്നവരും ആയിരിക്കും. ജനകൻ പറഞ്ഞു. യാജ്ഞവൽക്യൻ ഇപ്രകാരം പ്രവചിച്ചു. 14 സംവത്സരം രാമൻ വനവാസികളുടെ തപോരക്ഷയും ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവും നടത്തിയിട്ട് അയോധ്യയിൽ തിരിച്ചെത്തി കിരീടം ധരിച്ച് അനേകം സംവത്സരം പ്രജാപാലനം ചെയ്ത് രാമരാജ്യത്തിന് നൂതന രൂപഭാവം നൽകും. അനുഗ്രഹിച്ചു. അത് സാർത്ഥകമായി. ഋഷിമാർ ത്രികാലജ്ഞാനികളാണല്ലോ. ജനകരാജന് ഭരതൻ്റെ ശീലഗുണങ്ങളും രാമഭരത സുദൃഢ സ്നേഹഭാവനയും മാനിച്ച് യുക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയും എന്ന് അനുഗ്രഹിച്ചു. എന്ന് അനുഗ്രഹിച്ച് പറയുകയും ചെയ്തു. ജ്ഞാനനിധികളായ ആചാര്യന്മാരുടെയും മിഥിലേശ്വരൻ്റെയും
ഏതൊരാജ്ഞയെയും ശിരസ വഹിക്കും. ഭരതൻ പ്രഖ്യാപിച്ചു. പ്രതിജ്ഞ ചെയ്തു. സരസ്വതീ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഭരതൻ രാമപാദങ്ങളിൽ മനസ്സ് സമർപ്പിച്ച് സവിനയം ഉണർത്തിച്ചു. അച്ഛനമ്മമാരും ഗുരുവും മംഗളദായകനായ ഈശ്വരനും എല്ലാമായ എൻ്റെ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ജീവിത സാഫല്യം നൽകുന്നത്. രാമകുമാരൻ ഇങ്ങനെ കൽപ്പിച്ചു. ഭരത, പ്രജാപരിപാലനവും അന്തഃപുര സംരക്ഷണവും നീ ഏറ്റെടുത്ത് സൂര്യവംശത്തിന് ശാശ്വത കീർത്തിദായകനാകുക. ഗുരുജനങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ നടത്തുക. എൻ്റെ വനവാസം വരെ ക്ലേശങ്ങൾ സഹിക്കുക. നമ്മുടെ കഷ്ടകാലം മാറിക്കിട്ടും. രാമൻ്റെ ഹിതകരമായ മൃദുല വാക്കുകളാൽ എല്ലാവരും സംതൃപ്തരായി. ഭരതൻ തലകുനിച്ചു. രാമ മാനസത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. രാമൻ്റെ കർത്തവ്യ ബോധത്തിൻ്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും മുന്നിൽ സ്നേഹ സൗഹൃദ ഭാവനകൾ കീഴടങ്ങി. അത്രി മഹർഷിയുടെ ഉപദേശം അഭിഷേകത്തിനായി കൊണ്ടുവന്ന തീർത്ഥങ്ങൾ ഒരു പവിത്ര സ്ഥാനത്ത് കുഴിച്ചു അതിലൊഴിച്ചു. അത് ഭരത ത്യാഗത്തിൻ്റെ സ്മാരകമായി. ഭരതകൂപം എന്ന് പ്രശസ്തമായി. അത്രി മഹർഷിയുടെ അനുഗ്രഹം കാനന ഭംഗി ആസ്വദിച്ചു. പ്രേമ ഭക്തി കർമ്മ വൈരാഗ്യ സംബന്ധമായ ജ്ഞാനവും മഹത്തായ സിദ്ധികളും നേടി ധന്യതയാർന്നു. ത്യാഗവീരനായ ഭരതൻ രാമപാദകങ്ങൾ കരസ്ഥമാക്കി. ശ്രീരാമ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു പൂജിച്ചു. ഭരണ ചുമതല മന്ത്രിപ്രവരനെ ഏൽപ്പിച്ചു. നന്ദിയ ഗ്രാമത്തിൽ തപസ്സു തുടങ്ങി. പരിസേവകനായി ശത്രുഘ്നനും കൂടെയുണ്ട്. വ്യത്യസ്ത തലങ്ങളിൽ 4 സഹോദരന്മാരും തപസ്സിലാണിപ്പോൾ. രാമഭരതാദികളുടെ അലൗകിക സാഹോദര്യവും ഭാവവൈശിഷ്ട്യവും ഭാരതവർഷത്തിന് മാർഗദർശനം നൽകട്ടെ. മംഗളാശംസകൾ ആശ്രമാന്തരീക്ഷത്തിൽ ഉയരുന്നു മുഖരിതമായി. ഭരതൻ്റെ ഉഗ്രമായ ശബ്ദസ്വരം വാനോളം മുഴങ്ങിക്കിട്ടു. 14 സംവത്സരം പൂർണ്ണമാകുന്ന നിമിഷം എൻ്റെ ആരാധ്യദേവനായ രാമൻ അയോധ്യയിൽ മടങ്ങിയെത്തുന്നില്ല എങ്കിൽ ഞാൻ ഹോമകുണ്ഡത്തിൽ നിപതിക്കും. സത്യം സത്യം സത്യം. ത്യാഗസേവനാദി ഭാവങ്ങളിൽ അധിഷ്ഠിതമായ ആ സംസ്കാരം സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി എന്നിവരെ പോലെയുള്ള എത്രയോ മഹാത്മാക്കളെ വിശ്വപ്രേമത്തിൻ്റെ തേജോഗോളങ്ങളാക്കി മാറ്റി.
എന്നത് ജ്വലിക്കുന്ന സത്യമാണ്. ഭരതാദി അയോധ്യയിലേക്ക് മടങ്ങുന്നു. ആ നിമിഷം രാമൻ ഭരതന് നൽകിയ ഉപദേശം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഭരത കുമാര, കൈകേയി മാതാവിൻ്റെ മുറിവേറ്റ ഹൃദയത്തിന് സ്നേഹവിശ്വാസം ലേപനം മാത്രമാണ് സിദ്ധൌഷധം. പരിശുദ്ധയായ ഒരു മാതാവിന് മാത്രമേ നിന്നെപ്പോലുള്ള ഒരു ഉത്തമ പുത്രൻ ജനിക്കുകയുള്ളൂ. ധീരനായ രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം തരളമാകുന്നു. ഭരതൻ ശിരസിൽ പാതകങ്ങളുമായി അശ്രുപൂർണ നയനങ്ങളോടെ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് അയോധ്യയിൽ പ്രവേശിച്ചത്. ഭരതൻ്റെ തപശ്ചര്യ, ത്യാഗത്തിൻ്റെ പ്രതിമൂർത്തിയാണ് ഭരതൻ. അയോധ്യയിൽ തിരിച്ചെത്തി. രാജകുടുംബം മന്ത്രധ്വനികളാൽ മുഖരിതമായി. ഒരു പർണകുടീരത്തിൻ്റെ പ്രതിച്ഛായയായി മാറി. ശത്രുഘ്നനെ ഭരണകാര്യങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തി. ഗുരുജനങ്ങളുടെ അനുഗ്രഹം വാങ്ങി. അടുത്തുള്ള നന്ദിഗ്രാമത്തിൽ പർണശാല കെട്ടി ദർഭപ്പുല്ല് വിരിച്ചു. അവിടെ നിന്ന് ഭരതൻ തപശ്ചര്യ തുടർന്നു. അർച്ചനയും ആരാധനയും ഉത്തരോത്തരം ഭംഗിയായി ഭക്തിപൂർവം ഗ്രാമവാസികളും തോഴരും നടത്തി പർണകുടീരം ദേവാലയമായി മാറ്റുന്നു. ഭരതൻ്റെ തപശ്ചര്യ വസിഷ്ഠാദി മുനീശ്വരന്മാരെ പോലും അത്ഭുതപ്പെടുത്തി. സീതാദേവി രാമനോടൊപ്പം തപസ്. മാണ്ഡവയും ഊർമിളയും ശ്രുതികീർത്തിയും അവരവരുടെ പതിദേവനെ ഓർത്തും ധ്യാനിച്ചും വിരഹാഗ്നിയിൽ ദഹിച്ചു ലളിത ജീവിതം നയിക്കുന്നു. ദശരഥ കുടുംബം മുഴുവൻ തപസ്വികളായി. വൈധവ്യ ദുഃഖം അനുഭവിക്കുന്ന കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ വെള്ളവസനം ധരിച്ചിരിക്കുന്നു. കയ്യിൽ ജപമാലയും. മാനവ ജീവിതം തന്നെ തപസ്സി ആകാനാണല്ലോ. ലക്ഷ്യം ശാന്തിയും ആനന്ദവും. മിഥില രാജകുമാരിമാരായ ആ 4 സുമംഗലിമാരും കരുണരസം വഴിഞ്ഞൊഴുകുന്ന രാമായണ കാവ്യത്തിലെ സുപ്രധാന കഥാപാത്രങ്ങളാണ്. ഭാരതീയ സ്ത്രീകളുടെ വിവിധ മുഖങ്ങളെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. മനുഷ്യർ വിധിക്ക് വിധേയരാണ്. ഭൗതിക സുഖഭോഗങ്ങളുടെ ക്ഷണികതയിലേക്കും പ്രത്യേകിച്ച് സ്ത്രീ ജീവിതത്തിൻ്റെയും ദുരന്തങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ജനകനന്ദിനിമാർ തപശ്ചര്യയുടെയും ഈശ്വരഭക്തിയുടെയും ജീവിച്ച ഉത്തമ കുലാങ്കനമാരാണ്. മംഗളമൂർത്തിയായ ഭരതനും രാമസ്മരണ മാത്രമാണ് ശാന്തിയേകിയത്. സാകേതവാസികൾ വനത്തിൽ കഴിയുന്ന രാമനെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ഭജിക്കുന്നു. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.